മെമ്മറീസ് അല്ലേ. ഹായ് ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് നമ്മുടെ പാലക്കാട്, ഇതാണ് നമ്മുടെ റീനു. സോ അവർ സ്റ്റോറി ബിഗിൻസ് ഫ്രം എവിടുന്നാ? സീമാട്ടി. എൻ്റെ ഗ്രാജുവേഷൻ ഇടാൻ പറ്റിയ വള, മാല, കമ്മൽ മുതലായ ചക്രവും സാധനങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷേ ഗ്രാജുവേഷൻ 2 വർഷം കഴിഞ്ഞാൽ നോക്കാലോ. കാണിച്ചിടാം. നിങ്ങളുടെ ഇത് എടുക്കണമല്ലോ. വി ഹാവ് സോ മെനി കളക്ഷൻസ് ഇൻ കയറി പോവാ. എന്നിട്ട് have so many rings. എൻ്റെ പൊട്ടന്മാരെല്ലാവരും കൂടെ ഗ്രാജുവേഷനിൽ സെലക്ട് ചെയ്ത് വന്ന സാധനം ഞാൻ കാണിച്ചിടാം. അവർ പറഞ്ഞതേ ഉള്ളൂ, ഇനി പക്ഷെ പറയത്തില്ല. ഞാൻ ഇപ്പോഴേ ക്യാമറ ഓണാക്കിയത്. ഇവിടെ ശരി, ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഈ ലിപ്സ്റ്റിക്ക് കണ്ടോ, അടിപൊളി ഷെയ്ഡ്. ഇത് ഇവളുടെ ആണ്. ഇത് ഭയങ്കര അടിപൊളിയാട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ എന്നോട് കണ്ട് ശീമാട്ടി വന്ന് നമ്മള് ലിപ്സ്റ്റിക് ഇടുന്നു. കൾച്ചറില്ലാത്ത ഫിലോസ്. യു കെ ടെസ, നീ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. എടി അതാ പറഞ്ഞ, വ്ലോഗ് എടുക്കുമ്പോ സൂപ്പർ ആയിരിക്കും. നമ്മുടെ മെമ്മറീസ് ഭയങ്കര സൂപ്പർ ആയിരിക്കും. അതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞത് നമ്മുടെ മെമ്മറീസ് ആണ്. ഗൈസ്, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇച്ചിരി പൊലിപ്പിച്ച് വരാം. ഗൈസ്, ഊക്കെ ടെസ അടുത്ത ദിവസം ടെസ എന്ന് പറയുമ്പോൾ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഊക്കെ ടെസ അടുത്ത മര്യാദയ്ക്ക് പറയട്ടെ, ജൂലൈ 16 നമ്മുടെ ഊക്കെ ടെസ ഊക്കയിൽ നിന്ന് കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് പുറത്തല്ലേ യൂക്കെ. അഭീതമാണ് ഇവിടെ നടക്കുന്നത്. അവന്റെ ട്രെയിനുമായിട്ടുള്ള കുറെ മണിക്കൂറുകളായി. ആ പഞ്ചാബി മന്തിയാണ് ഓ നോർത്ത്. എന്റെ കണ്ണുകൾ കണ്ടോ, രാത്രി അല്ലെങ്കിലും ഞാനിത് പറഞ്ഞു കൊടുക്കൂടി. ഇവിടുന്ന് കാണാൻ ഉമ്മക്കടി നീ വന്ന്. അതായത് ഗൈസ്, ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ കണ്ടോ, രാത്രി ഒന്ന് എഡിറ്റ് ചെയ്ത് എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കണ്ടോ. ഇവിടെ കൊറേ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കൊറേ നേരായിട്ട് അതിനെ പോയി ഉമ്മ ഇനി കൊറേ നേരായിട്ട് അയച്ചു അവിടെ വായനോക്കൊണ്ടിരിക്കുകയാണ്. ബോഡിട്ടുള്ള സാരി മേടിച്ചു തരാൻ പോവാണ്. കൊണ്ടുതന്നെ കൈപിടി, വാ പോവാ, വാന്ന് എന്നെ കൊണ്ടു. ലെഹങ്ക നോക്കാം. ഇത് ആ സെക്യൂരിറ്റി ചേട്ടനൊക്കെ കുറെ തവണയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മള് കണ്ടിട്ട് എന്താ അത് മനസ്സിലായി, അപരാധം പിടിച്ച പിള്ളേരത്. ഇതൊക്കെ ഉണ്ടല്ലോ
എന്തൊക്കെ പറഞ്ഞാലും ബാസത്ത് എന്ത് പറഞ്ഞാലും ബാസത്തെ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ബാസത്തിന്റെ കൊച്ചു ഞങ്ങളോട് ക്ഷമിക്കേണ്ടതാണ്. സസ്പെൻസ്. എടി ഇത് ഞാൻ ഇതൊക്കെ കാണൂടി, പേടിക്കണ്ട. ഭയങ്കര ഫ്രീ മൈൻഡിലാണ്. അനുഷിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കില്ല. ഇത്രയും നേരം ഇവിടെ എന്റെ കൂട്ടത്തിലായിരുന്നു. ഞാൻ പിണങ്ങി നടക്കാൻ ഞാൻ അവരോട് ഇപ്പൊ പിണങ്ങി നടക്കുകയാണ്. ഐ സ്റ്റിൽ എൻജോയ് വ്ളോഗിങ്. സോ ബാ, എങ്ങോട്ടെങ്ങനെ പോവാ. പിണങ്ങിയായിരുന്നു എന്നാലും എനിക്കുള്ള സംശയമൊന്നുമില്ല ഗൈസ്. എനിക്ക് ഇതൊട്ടുമില്ല. ഞാൻ ചെറിയ ഡൗട്ട്. ഇവിടെ നിങ്ങൾ മേക്കൊന്നിരിക്കുവാണ്, ഞാൻ ഫോട്ടോ എടുത്ത് തരാം. അതെ, അതുകൊണ്ട് ലെഹങ്ക നോക്കാൻ പോവാണ്. അനുഷേ, നീ ഇത്രയും നേരം എന്റെ കൂടെ ആയിരുന്നു. നീ ഓർത്തോ? എനിക്ക് സംശയമൊന്നുമില്ല. എടി ലെഹങ്ക തൊപ്പാടി, എന്തെങ്കിലുമൊക്കെ ലെഹങ്ക. ഗൈസ്, നമുക്ക് മഞ്ഞ പിടിച്ചാലോ? 23,600 രൂപയുള്ളൂ. അഫോർഡബിൾ ആണ്. ഇതിന് നല്ല വെയിറ്റ് അടി. ദീപിക പതുക്കോൺ ഡാൻസ് കളിച്ചത് ഒരു 10-30. അയ്യോ എടി, ഇത് ഭയങ്കര വെയിറ്റ് അടി. എടുക്കണോ? എടുത്താ തിരിച്ചു വെക്കാൻ പറ്റുമോ? വേണ്ടല്ലേ, എന്തൊക്കെ എടുക്കണോ? ഇതിന്റെ വില നോക്ക്, വെറും 23,600. അഫോർഡബിൾ ആണ് ഗൈസ്. മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക. എടിങ്ങതാ ഞാൻ വെച്ചുതരാം. നീ എന്നെ കളിയാക്കുന്നില്ലേ? ഹൗ ഡെയർ യു. ഇതിന്റെ വല്ല മുത്തോ മാലയോ എന്തെങ്കിലും ഇവിടെ പറഞ്ഞു നിന്നെ ഓടിക്കും. ഇതിന്റെ അകത്ത് കയറാൻ പറ്റും? ഇവിടെ ഒരു നല്ല മണം. ഇതിന്റെ അകത്ത് കയറി നോക്ക്. ഞാനിപ്പോ എടുത്തത് ഇടരുത്, കാരണം എന്റെ ഈ പിങ്ക് പോസാണ് ഗൈസ്. നീ നാളെ കിടത്തി കുറച്ചോടെ ആ പെണ്ണിന്റെ തുണി വലിച്ചു. ഞാൻ ഷോള എടുത്തു. ആ പെണ്ണിന്റെ തുണി വലിച്ചു വല്ല കാര്യമുണ്ടോ? എടി, നമുക്ക് കല്യാണം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്, മാരേജ് കളക്ഷൻ. എടി, എന്റെ വ്ലോഗ് മൊത്തം ഇതിങ്ങനെ നശിപ്പിച്ചു ഗൈസ്. ഞാൻ എങ്ങനെ എടുത്തില്ല. ആര് പറഞ്ഞു? എല്ലാ ദിവസവും ഒന്നും കുളിക്കത്തില്ലടി. വന്നപ്പോഴേ ലിഫ്റ്റ് ഉണ്ട്. ഇവർക്ക് വട്ടായി ഗൈസ്. എന്നാലും എന്റെ ലിപ്സ്റ്റിക് കേട്ടോ. ഓക്കെ റീനു, ബൈ. വിളിച്ചിട്ട് പോയെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ടെസ്സ. ടെസ്സ ഇന്ന് എന്ത് ചെയ്തു? പണിക്ക് പോയി. ടെസ്സിന്ന് നമ്മള് രാവിലെ തെറി വിളിച്ചിട്ടാണ് അവൾ എണീറ്റ് പണിക്ക് പോയിരിക്കുന്നത്. കാരണം പാവ കൊച്ച്. കാരണം എന്നാ? കാരണം ഒന്നുമില്ല ഗൈസ്. കാരണം ഗ്രൂപ്പിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ? ഗ്രൂപ്പിൽ വന്ന് നമ്മള് പറയാൻ പറ്റാത്തൊരു കാര്യം. അത് പറയാൻ പറ്റാത്തൊരു കാരണത്താൽ ഇൻസ്റ്റഗ്രാമും റീനും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. അത് കൊള്ളാം. എടി, ഇത് കണ്ടോ? അത് കൊള്ളാം. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട്, അത് ഇച്ചിരി സെൻസിറ്റീവ് ഉള്ള കണ്ടന്റ് ആയതുകൊണ്ടും നമ്മളത് മൊത്തത്തിലൊന്നും പറയുന്നില്ല. ഇത് വാസത്തിനാണ് ഞാൻ എന്നെ ഒരു കൂടി. ചോദിച്ചോണ്ടിരിക്കുക. വാങ്ങിച്ച് ഐസ്ക്രീം കഴിച്ചില്ലേ? ഫലൂഡ. അതിന്റെ പേടിക്കണ്ട, നാളെ ആകുമ്പം 10 മണി പനി വരും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എടി, അവിടെ ഒരു മിറർ ഉണ്ട്.
അവിടെ ഒരു മിറർ എന്നെ കാണാം. ശരിയാ ചേച്ചി അങ്ങനെ മറക്കും. ഇവിടെ നമ്മളാണ് ഒരു നാണം ഇല്ലാതെയാണ് ഇറക്കി വിടാനായിരിക്കും. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൂടിപ്പോയി ഇറക്കി വിടും. വേറെന്ത് മിക്കവാറും ഷിമട്ടി കഴിഞ്ഞ് ഞങ്ങള് അടിച്ച്. എത്ര മണിക്കൂറാണ് വീഡിയോ നാളത്തെ? നാളെയാണ് വരുന്നത്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഷീമാട്ടിയിൽ കണ്ടാടി തന്നെ വേണ്ടി വന്നു. അപ്പൊ നീ ഷീമാട്ടിലായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയത്? ഷീമാട്ടിലെ കണ്ണാടി യൂസ് ചെയ്യോ ഡിഫക്റ്റുകളാണ്. അതെ. നിനക്കിപ്പോ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? മാസത്തിനോട് അത് കഠിനമായ പ്രേമം ഇതിന്റെ മനുഷ്യനെ കണ്ടു ഞാൻ. നിനക്ക് ഇല്ലല്ലെന്ന് പറയാം, എനിക്ക് പാസത്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ. എല്ലാവർക്കും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അൻഷി പൊമ്മ എത്ര നേരറിയോ? ഭയങ്കര ഇഷ്ടമാണ്. ശരിയാ, നല്ല രസമുണ്ട്. ഉമ്മ വെക്കുന്ന ഒരു സാധനം നമുക്ക് എടുക്കാം. അതിപ്പോ ട്രെൻഡാടി ഉമ്മ വെക്കുന്നേക്കാൾ എക്സ്ട്രീം ആയിരിക്കും പോവുകയാണെങ്കിൽ. ക്ലാസ് ഉണ്ട്, പക്ഷെ എനിക്കും ഉണ്ട് ക്ലാസ്. ബട്ട് സ്റ്റിൽ ആയി ഫ്രീക്കന്മാര് പുറകിൽ ഡാൻസ് കളിക്കുന്നു. കൊട വേണം ഗൈസ്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളൊന്നും മേടിക്കാതെ ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് നമ്മളെ തിരിച്ചറിയാനൊക്കെ ആൾക്കാർ തുടങ്ങി. കടയിൽ നിന്ന് ചേട്ടൻ വന്ന് മെറ്റീരിയൽ നോക്കിയിട്ട് കിട്ടിയില്ല, മെറ്റീരിയൽ നോക്കിയിട്ട് കിട്ടിയില്ലെന്നൊക്കെ ചോദിച്ചു. ആൻഡ് വി ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എന്നാലും നമ്മളോട് ചോദിച്ചല്ലോ. സാധാരണ ഒരു മനുഷ്യനോട് ചോദിക്കാറില്ല. ഏത് അല്ലേ റീന? ഇനി നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കി വല്ല കുടിക്കണം. ഷേക്കോ ജ്യൂസോ നാരങ്ങ വെള്ളമോ. ഇവിടെ പർപ്പിൾ സ്റ്റോറിന്നാണോ നമ്മള് വന്നേ? ഇവിടെ പർപ്പിൾ ഉണ്ട്. ഇവിടെ നമുക്ക് പർപ്പിളിൽ കയറി ലിപ്സ്റ്റിക് മേടിച്ചാലോ? വേണ്ടല്ലേ, പോവാം. അനിഷയുടെ ലിപ്സ്റ്റിക് ഒരു സന്ദർഭം നോക്കി അനിഷയുടെ തലക്കടിച്ചിട്ട് അവളെ ബോധം കെടുത്തിട്ട് എനിക്കത് കട്ടെടുക്കണം. ഈ റോഡ് കണ്ടിട്ട് എനിക്ക് എങ്ങോട്ടും ഓടാൻ തോന്നുന്നില്ല. നിന്റെ മാമന്റെ കാര്യം ഇവിടെ കൊടുത്ത് വെച്ചേ ഊട്ടിയിലാണ് ഗായ്സ്. യെസ് എടി ഞാൻ അതാണ് ഇങ്ങനെ ഞാൻ തന്നെ പോവാണ്. ഞാൻ തന്നെ അതെ. നിങ്ങൾക്ക് ഫാൻ മാത്രം മതിയോ? ഫ്രിഡ്ജ്, AC, ഗ്രൈൻഡർ, വേറെന്തെങ്കിലും? എടി ഞാൻ ഈ വ്ളോഗ് എന്തോരം കട്ട് ചെയ്താലും അടി ഇതൊന്നും നേരെ ആവുന്ന ഇനി കുന്തം.